എടാ ബിനു പറഞ്ഞിട്ട് എന്റെ കുറെ കാശ് പോയെന്ന്, എന്ത് പറ്റി? കുറെ കാശെന്ന് പറയുമ്പോൾ കുറച്ച് അധികം കാശുണ്ട്. എങ്ങനെ? ഞാനേ ഒരു ദിവസം വീട്ടിൽ ഇരുന്നപ്പോഴേ ഫോണിലൊരു മെസ്സേജ് വന്നു, വീട്ടിൽ ഇരുന്ന് കാശുണ്ടാക്കാം. എന്നിട്ട് അപ്പൊ അവര് പറഞ്ഞ ആദ്യം ഒരു 5000 രൂപ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാനെന്ത് ചെയ്ത് അക്കൗണ്ടിൽ കിടന്ന് കാശെടുത്ത് അയച്ചു കൊടുത്തു. ആ കാശ് അയച്ചു കൊടുത്തപ്പോൾ അവർ എനിക്ക് വീണ്ടും ഒരു മെസ്സേജ് വന്നു, നിങ്ങൾ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ 1,00,000 രൂപ വരും. എന്നിട്ട് കിട്ടിയോ? അപ്പൊ അവര് പറഞ്ഞ് 1,00,000 രൂപ വേണമെങ്കിൽ ഒരു 15,000 രൂപ ഇപ്പൊ ടാക്സ് എനത്തി അടയ്ക്കണം. എന്റെ ഇവിടുന്ന് 15,000 രൂപ. ഞാൻ നോക്കിയപ്പം അമ്മ കുളിക്കാൻ വേണ്ടി പോകുന്നു. അലുമാരി മാല ഊരി വെച്ചിട്ട് അമ്മ കുളിക്കാൻ പോകുന്ന സാധാരണ. ഞാൻ ആ മാല എടുത്തോണ്ട് പോയി അപ്പുറത്തെ കടയിൽ പോയി കൊണ്ട് പണയം വെച്ച് 15,000 രൂപ ഞാൻ അടച്ചു. പക്ഷെ ഞാനിപ്പോ വീട്ടിൽ നിന്ന് പുറത്താ. എന്നിട്ട് കാശ് കിട്ടിയില്ല? അപ്പം കാശ് കിട്ടി. കാശ് കിട്ടിയത് അവർക്കാ. എനിക്കൊരു മെസ്സേജാ വന്നത്, എന്ത് ഇങ്ങനെയാണ് തമ്പി വീട്ടിലിരുന്ന് കാശുണ്ടാക്കാൻ പറ്റും. അത് കാരണം ഞാനിപ്പം വീട്ടിൽ നിന്ന് പുറത്താ. ഞാൻ നമ്മുടെ പയ്യാമാരുടെ കൂടെ അവിടെ ഒരു പാ വിരിച്ചാ കിടക്കുന്നത്. അവന്മാരുടെ ചപ്പാത്തിയും പരിപ്പ് കറിയും. ഈ ആണ്ടിലൊന്നും എനിക്ക് വീട്ടിൽ കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.